സൗദിയിൽ നടന്ന WWE സ്പെഷ്യൽസ് നൈറ്റ് ഓഫ് ചാമ്പ്യനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നൈറ്റ് ഓഫ് ചാമ്പ്യൻസിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സൗദിയിൽ ചെയ്ത ഈ ഒരു സ്പെഷ്യൽ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു വേറെ ലെവൽ ഷോ എന്ന് തന്നെ പറയാൻ സാധിക്കും. അതായത് സ്റ്റാർട്ടിംഗ് മാച്ച് മുതൽ എൻഡിങ് വരേക്കും അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോയത്. പ്രത്യേകിച്ച് മെയിൻ ഇവന്റ് മാച്ച് വേറെ ലെവലായിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്ലൈമാക്സും ജോൺ സീനയുടെ പെർഫോമൻസും വേറെ ലെവലായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് വില്ലനായതിനു ശേഷം ഇതുപോലെ ഒരു അടിപൊളി പെർഫോമൻസ് ഈ മാച്ചിലാണ് ജോൺ സീന ചെയ്തത്. അപ്പോൾ എല്ലാം കൊണ്ടും സൗദി അറേബ്യയിലെ നൈറ്റ് ഓഫ് ചാമ്പ്യൻ അടിപൊളി ഷോ ആയിട്ടാണ് മുന്നോട്ട് പോയത്. ഫസ്റ്റ് ഷോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ റാൻഡി ഓർട്ടൺ വേഴ്സസ് കോഡി റോഡ്സ് ഇവർക്ക് തമ്മിലുള്ള മാച്ചാണ് നടന്നത്. കിങ് ഓഫ് ദ റിംഗ് ടൂർണമെന്റിന്റെ ഫൈനൽ മാച്ചായിട്ട് ഈ മാച്ച് വിൻ ചെയ്യുന്നവർക്ക് സമ്മർ സ്ലാമിൽ ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. അതുപോലെ രണ്ടു പേർക്കും ഭയങ്കര സപ്പോർട്ട് സൗദി ഫാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മാച്ചിന്റെ പകുതിക്ക് വെച്ച് ഇവർ വാശിക്ക് ഫൈറ്റ് ചെയ്യുമ്പോൾ കോഡി റോഡ്സിനെ ബൂ ചെയ്ത് റാൻഡി ഓർട്ടന് ചെയറെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ റാൻഡി ഓർട്ടന്റെ ബാക്ക് ഇഞ്ചുറിയും ഈ ഒരു മാച്ചിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതുപോലെ പെട്ടെന്ന് കോഡി റോഡ്സിനെ റാൻഡി ഓർട്ടൻ RKO ചെയ്ത് മാച്ച് വിൻ ചെയ്യാൻ നോക്കി. പക്ഷെ കോഡി അത് കിക്ക് ഔട്ട് ചെയ്തു. അതുപോലെ തന്നെ കോഡി ക്രോസ് റോഡ്സ് ചെയ്ത സമയത്തും റാൻഡി ഓർട്ടൻ കിക്ക് ഔട്ട് ചെയ്തു. പിന്നീട് സെക്കൻഡ് റോപ്പ് ബാലൻസ് ചെയ്ത് മറ്റൊരു മൂവ് ചെയ്യാൻ നോക്കിയ സമയത്ത് അതും റിവേഴ്സ് ചെയ്ത് കോഡി റോഡ്സിനെ റാൻഡി ഓർട്ടൻ RKO ചെയ്തു. പക്ഷെ അതും കോഡി റോഡ്സ് കിക്ക് ഔട്ട് ചെയ്തു. ശേഷം ചെയർ എടുത്തുകൊണ്ട് വന്ന് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ റെഫറി അത് വാങ്ങി വെച്ചു. ശേഷം റാൻഡി ഓർട്ടൻ ആ ഒരു ടേൺ ബക്കിളെല്ലാം പോയി അഴിച്ചു മാറ്റുന്നതായിട്ടും അതിന്റെ മുകളിലേക്ക് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്തു. എന്നാൽ അത് ബാക്ക് ഫയറായി മാറി. അതായത് കോഡി ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് കോഡിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അതിന്റെ മുകളിലേക്ക് റാൻഡി ഓർട്ടൻ തന്നെ ഇട്ടുകൊണ്ട് അങ്ങനെ തന്നെ ക്രോസ് റോഡ്സ് കൊടുത്ത് ഈ മാച്ചിൽ കോഡി റോഡ്സ് ആണ് വിൻ ചെയ്ത് 2025 കിങ് ഓഫ് ദ റിംഗ് ആയത്. അപ്പോൾ സമ്മർ സ്ലാമിൽ കോഡി റോഡ്സിന് ചാമ്പ്യൻഷിപ്പ് മാച്ച് കിട്ടും. പിന്നീട് കോഡി പറയുന്നത് CM പങ്ക് ചാമ്പ്യൻ ആയാലും ജോൺ സീന ചാമ്പ്യൻ ആയാലും സമ്മർ സ്ലാമിൽ കോഡി റോഡ്സ് തന്റെ ചാമ്പ്യൻഷിപ്പ് എല്ലാം തിരികെ കൊണ്ടുവരും എന്ന ടൈപ്പിലൊക്കെയാണ്. അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. പിന്നെ ഈ മാച്ച് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ലെങ്ത്തുള്ള സ്റ്റോറിയെല്ലാം കാണിച്ച് വെക്കേണ്ട മാച്ച് ആയിരുന്നു എന്ന്. അത് ഇതുകൊണ്ടാണ്. അപ്പോൾ കോഡി റോഡ്സ് ജയിച്ചതിൽ സന്തോഷമുണ്ട്. അതുപോലെ റാൻഡി ഓർട്ടൻ തോറ്റതിൽ വിഷമമുണ്ട്. ഇനി റാൻഡി ഓർട്ടന്റെ ഈ ഒരു ഫേസ് ടൈം കളി നടക്കില്ല. അതിന് പകരം ഹീൽ ടൈം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഇനി അങ്ങനെ ചെയ്താൽ റാൻഡി ഓർട്ടൻ രക്ഷപ്പെടാൻ ചാൻസ് ഉള്ളൂ. ഇപ്പോൾ ഒരുപാടായിട്ടുണ്ട് തോൽക്കുന്നത് ഫേസായി നിന്നുകൊണ്ട്. അതിനുശേഷം നടന്ന മാച്ച് റിയ റിപ്ലി വേഴ്സസ് റക്കൽ റോഡ്രിഗസ് ഇവർക്ക് തമ്മിലുള്ള ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഇതും നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. ഇതിൽ ഇവർ കെൻഡോ സ്റ്റിക്ക്, ടേബിള് ഇതെല്ലാം വെച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കെൻഡോ സ്റ്റിക്ക് വെച്ച് അറ്റാക്ക് ചെയ്തതിന് പകരം റിയ റിപ്ലി ബെൽറ്റ് എല്ലാം വെച്ചാണ് റക്കലിനെ അറ്റാക്ക് ചെയ്തത്. അതുപോലെ തന്നെ അനൗൺസ് ടേബിളിന്റെ മുകളിൽ വെക്കുന്ന ആ ഒരു ചെറിയ ടേബിളിന്റെ മുകളിലേക്കും റിയ റിപ്ലിനെ റക്കലെടുത്ത് അടിച്ചിരുന്നു. മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റിയ റിപ്ലി വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ റോക്സാൻ പെരസ് വന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ റിയ റിപ്ലി അവരെയും അറ്റാക്ക് ചെയ്തു. ശേഷം ടേബിളിന്റെ മുകളിൽ കയറിക്കൊണ്ട് അതിന്റെ മുകളിൽ നിന്ന് ബാലൻസ് ചെയ്ത് റക്കലിനെ ഒരു ഫിനിഷർ എല്ലാം കൊടുത്തുകൊണ്ട് ഈ മാച്ച് വിൻ ചെയ്തിരുന്നു. അപ്പോൾ ആ സീനൊക്കെ മൊത്തത്തിൽ വേറെ ലെവലായിട്ടാണ് തോന്നിയത്. അതായത് എളുപ്പമല്ല അങ്ങനെ ടേബിൾ ബാലൻസ് ചെയ്ത് നിൽക്കാനും വെയിറ്റുള്ള ഒരാളെ എടുത്ത് റിങ്ങിലേക്ക് അടിക്കാനും. അപ്പോൾ അത് മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. അതായത് ഈ മാച്ചിന്റെ ഫിനിഷിംഗ് പോയിന്റ്. അങ്ങനെ റിയ റിപ്ലി ആണ് ഈ മാച്ച് വിൻ ചെയ്തത്. എന്തായാലും നല്ല മാച്ചായിരുന്നു. പിന്നീട് സാമി സൈൻ വേഴ്സസ് കെരിയൻ ക്രോസ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. അതുപോലെ കെരിയൻ ക്രോസിന് സാധാരണ മാച്ചെല്ലാം കിട്ടി ഇപ്പോഴാണ് സ്പെഷ്യൽസിൽ ഒരു മാച്ച് കിട്ടിയിട്ടുള്ളത്. അതുപോലെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഈ മാച്ചിൽ കെരിയൻ ക്രോസിന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സാമി സൈനെ കണ്ടിന്യൂസ് ആയി അറ്റാക്ക് ചെയ്ത് കെരിയൻ ക്രോസ് മുന്നോട്ട് പോകുന്ന സമയത്ത് സാമി സൈൻ അങ്ങനെ തന്നെ ഹെലുവ കിക്ക് ഫിനിഷർ ചെയ്തുകൊണ്ട് കെരിയൻ ക്രോസിനെ പിൻ ചെയ്ത് ഈ മാച്ചിൽ സാമി സൈനാണ് വിൻ ചെയ്തത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. അതിനുശേഷം യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് യുണൈറ്റഡ് ചാമ്പ്യൻ ജേക്കബ് ഫാട്ടു വേഴ്സസ് സോളോ സിക്കാവ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജേക്കബ് ഫാട്ടു വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ജെസ്സി മാത്യു അതുപോലെ തന്നെ ഇൻജുറി സംഭവിച്ചു പോയ ടോങ്ക ലോവയെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവര് ഹെൽപ്പ് ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. ജേക്കബ് ഫാട്ടു വീണ്ടും ഒരു മോൺസോൾട്ട് എല്ലാം സോളോ സിക്കാവയ്ക്ക് കൊടുത്തുകൊണ്ട്
മാച്ച് പിൻ ചെയ്യാൻ നോക്കിയ സമയത്താണ് അത് സംഭവിച്ചത്. അതായത് ജേക്കബ് ഫാട്ടുവിനെ കിക്കിലിയോ വന്നുകൊണ്ട് റിങ്ങിന് പുറത്തേക്ക് വലിച്ചിട്ട് അനൗൺസ് ടേബിളിന്റെ മുകളിലേക്കെല്ലാം എടുത്തടിച്ചു. ശേഷം ജേക്കബ് ഫാട്ടുവിനെ സോളോ സിക്കാവയ്ക്ക് ഇട്ടുകൊടുത്ത് സോളോ സിക്കാവ സമോൺ സ്പൈക്ക് ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ സോളോ സിക്കാവയാണ് വിൻ ചെയ്ത് ന്യൂ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ ആയത്. അപ്പോൾ സോളോ സിക്കാവ സിംഗിൾസ് ചാമ്പ്യൻഷിപ്പ് ആദ്യമായിട്ട് വിൻ ചെയ്തേക്കാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഈ റിസൾട്ട് ഇപ്പോഴല്ല പ്രതീക്ഷിച്ച് സമ്മർ സ്ലാം ടൈമിലാണ്. പിന്നീട് ആസ്ക വേഴ്സസ് ജേഡ് കാർഗിൽ ഇവർക്ക് തമ്മിലുള്ള ക്വീൻ ഓഫ് ദ റിംഗ് ഫൈനൽ മാച്ച്. ഈ മാച്ച് വിൻ ചെയ്യുന്നവർക്ക് സമ്മർ സ്ലാമിൽ ചാമ്പ്യൻഷിപ്പ് മാച്ചിനുള്ള അവസരം കിട്ടും. അപ്പോൾ ഈ മാച്ചും നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. ഈ മാച്ചിൻ്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആസ്ക മാച്ച് ലീഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് പോലെ കാണിച്ചുവെങ്കിലും പെട്ടെന്ന് തന്നെ ജേഡ് കാർഗിൽ ആസ്കയെ ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ജേഡ് കാർഗിലാണ് വിൻ ചെയ്ത് ക്വീൻ ഓഫ് ദ റിംഗ് ആയി മാറിയതും സമ്മർ സ്ലാമിൽ ചാമ്പ്യൻഷിപ്പ് മാച്ചിന് വേണ്ടിയിട്ട് ആഡ് ആയതും. പിന്നീട് അവർ ചാമ്പ്യൻഷിപ്പ് സമ്മർ സ്ലാമിൽ വിൻ ചെയ്യും എന്ന ടൈപ്പിലൊക്കെയും സംസാരിച്ചിട്ടുമുണ്ട്. അതിനുശേഷം നൈറ്റ് ഓഫ് ചാമ്പ്യൻസിന്റെ മെയിൻ ഇവന്റ് മാച്ച് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ ജോൺ സീന വേഴ്സസ് CM പങ്ക്. ഇവർക്കാണ് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു. അതായത് വേറെ ലെവൽ മാച്ച് ആയിട്ടാണ് ഈ മാച്ച് തോന്നിയത്. മാച്ചിന്റെ ക്ലൈമാക്സും അടിപൊളിയായിട്ടുണ്ട്. മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ CM പങ്കിനെ ജോൺ സീന AA ചെയ്ത് പിൻ ചെയ്തപ്പോൾ CM പങ്ക് അത് കിക്ക് ഔട്ട് ചെയ്തു. വീണ്ടും മറ്റൊരു AA ചെയ്ത് പിൻ ചെയ്തപ്പോൾ അതും CM പങ്ക് കിക്ക് ഔട്ട് ചെയ്തു. പിന്നീട് സീനയ്ക്ക് ഗോ ടു സ്ലീപ്പ് കൊടുത്തപ്പോൾ സീനയും കിക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ മാച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുപോയ സമയത്താണ് അത് സംഭവിച്ചത്. അതായത് ജോൺ സീന എപ്പോഴത്തെയും പോലെ ചാമ്പ്യൻഷിപ്പ് എടുത്തുകൊണ്ട് വന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. എന്നാൽ റഫറി ആ ഒരു ചാമ്പ്യൻഷിപ്പ് എല്ലാം വാങ്ങി വെച്ചു. പിന്നീട് ജോൺ സീന CM പങ്കിനെ ഷോൾഡർ അറ്റാക്ക് ചെയ്ത സമയത്ത് അത് റഫറിക്കാണ് കിട്ടിയത്. ശേഷം CM പങ്ക് ഒരു ഗോ ടു സ്ലീപ്പ് കൊടുത്ത് പിൻ ചെയ്തു. പക്ഷെ റഫറി ഉണ്ടായിരുന്നില്ല. പിന്നീട് സെക്കൻഡ് റഫറിയെ വിളിക്കുന്ന സമയത്ത് സെക്കൻഡ് റഫറി അല്ല അവിടെ വന്നത്, മിസ്റ്റർ മണി ഇൻ ദി ബാങ്ക് സെത്ത് റോളൻസ് അതിൻ്റെ ടീമാണ് വന്നത്. വന്നതിന് ശേഷം സെത്ത് റോളൻസ് ടീം CM പങ്കിനെ എല്ലാം ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്യാനുള്ള പ്ലാനാണ് നോക്കിയത്. അതിന് മറ്റൊരു റഫറി ഓടി വരുന്ന സമയത്ത് സീന വന്നുകൊണ്ട് ആ ഒരു റഫറിനെ എല്ലാം അറ്റാക്ക് ചെയ്തത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സെത്തുമായിട്ട് തർക്കിക്കുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. പിന്നീട് സെത്തിന് ഒരു ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം കൊടുത്തു. പിന്നെ ബ്രോൺസൺ റീഡും പിള്ളേരും വന്ന് അറ്റാക്ക് ചെയ്ത സമയത്ത് റോമൻ റെയിൻസ് വരില്ല എന്നറിഞ്ഞിട്ടും ഒരു നിമിഷമെങ്കിലും റോമൻ റെയിൻസ് വന്നിരുന്നുവെങ്കിൽ ഞാൻ ഉൾപ്പെടെ ചിന്തിച്ച് പോയിട്ടുണ്ടാവും നമ്മളിൽ പലരും. പക്ഷെ റോമൻ റെയിൻസ് വന്നില്ല. പകരം പെൻഡ, സാനി സൈൻ ഇവരാണ് വന്നത്. ഇവർ വന്നുകൊണ്ടും നല്ല രീതിയിൽ തന്നെ അവരവരുടെ ഭാഗങ്ങൾ അടിപൊളിയാക്കി തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നീട് റിങ്ങിലുള്ള സീനയ്ക്ക് സുനാമി കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രോൺസൺ റീഡ് നോക്കിയ സമയത്ത് CM പങ്ക് തട്ടിയിട്ടു. ശേഷം ബ്രോൺസൺ റീഡിന് ഒരു ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തു സീന. പിന്നെ മാച്ചിന്റെ അവസാനത്തിൽ സെത്ത് കയറി അറ്റാക്ക് ചെയ്ത് CM പങ്കിന് ഒരു ടോച്ച് സ്റ്റംപ് എല്ലാം കൊടുത്തു. ടോച്ച് സ്റ്റംപ് കൊടുത്ത അടുത്ത സെക്കൻഡിൽ തന്നെ സീന സെത്തിനെ എടുത്ത് റിങ്ങിന് പുറത്തേക്ക് ഇട്ട് CM പങ്കിനെ പിൻ ചെയ്ത് ഈ മാച്ചിൽ സീനയാണ് സ്റ്റിൽ WWE ചാമ്പ്യനായി മാറിയത്. അതുപോലെ തന്നെ ഇതേ മാച്ചിൽ സീന CM പങ്ക് ഒന്നിക്കുന്നത് പോലെയും സീനയുടെ വില്ലത്തരം കാണിക്കാൻ നോക്കുന്ന സമയത്ത് CM പങ്ക് അത് ക്യാച്ച് ചെയ്യുന്ന സീനെല്ലാം വേറെ ലെവലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഈ മാച്ച് അടിപൊളിയായിട്ടാണ് തോന്നിയത്. ഒരു പക്ഷെ റോമനും കൂടി വന്നിരുന്നുവെങ്കിൽ സൗദിയിൽ നടന്ന ഈ ഒരു ഷോ മൊത്തത്തിൽ ഫയറായി മാറിയേനെ. എന്തായാലും വേറെ ലെവൽ ഷോയാണ് ഇന്നത്തെ ഈ ഒരു ഷോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എനിക്ക് ജോൺ സീനയുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. എന്ന് കരുതി CM പങ്ക് മറ്റുള്ളവർ മോശം എന്നല്ല, ജോൺ സീനയ്ക്ക് ഇന്നൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അപ്പോൾ നൈറ്റ് ഓഫ് ചാമ്പ്യനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. പിന്നെ ഷോ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.